Good morning all. +1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 11 കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്ററിനാണ്. കോണിക് സെക്ഷനിൽ നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും 4 കോണിക്കിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലാദ്യമായിട്ട് നമുക്ക് വരുന്നത് സർക്കിൾസ് ആണ്. സർക്കിൾസിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയണം. സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും തുല്യ അകലത്തിലുള്ള എല്ലാ പോയിന്റുകളുടെയും കളക്ഷൻ സെറ്റിന് പറയുന്ന പേരാണ് സർക്കിൾ. പിന്നീട് നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. സെൻറ്റർ HKയും റേഡിയസ് R വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇക്വേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു r² ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. സെൻറ്റർ ഒറിജിനൽ ആയി കഴിഞ്ഞാൽ h 0 വരും, kയും 0 വരും. അപ്പോൾ x² പ്ലസ് y² ഇസ് ഇക്വൽ ടു r² ആയിരിക്കും ഇഫ് ദ സെൻറ്റർ ഈസ് അറ്റ് ഒറിജിൻ. ഓക്കെ, രണ്ടാമത്തെ കോണിക് എന്ന് പറയുന്നത് പരാബോളയാണ്. പരാബോളയുടെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയണം. പരാബോള ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷനാണ് പരാബോള. ഫിക്സഡ് പോയിന്റിന് നമ്മൾ ഫോക്കസ് എന്നും പറയും, ഫിക്സഡ് ലൈനിന് ഡയറക്ട്രിക്സ് എന്നും പറയും. അത് രണ്ടും നിങ്ങൾ ബേസിക് പാർട്സ് ആണ് ഒരു പരാബോളയുടെ, അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 4 ടൈപ്പ് പരാബോളയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് നമുക്ക് നോക്കാം. ഒന്ന് റൈറ്റിലേക്ക് ഓപ്പൺ, പിന്നെ ലെഫ്റ്റിലേക്ക് ഓപ്പൺ, അപ്വേർഡ് ഡയറക്ഷനിൽ ഓപ്പൺ ആയി നിൽക്കുന്നതും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഓപ്പൺ ആയി നിൽക്കുന്ന 4 ഐറ്റം പരാബോള. ഇതിൽ ഫസ്റ്റ് വൺ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. അത് ഉപയോഗിച്ച് ബാക്കിയെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ y² = 4ax ആണ് ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത്. y² = 4ax. ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം നിങ്ങൾ. y² = 4ax ഓപ്പൺ ടുവേർഡ്സ് റൈറ്റ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അന്നേരം അതിൻ്റെ ഫോക്കസ് A0 ആയിരിക്കും. ഫോക്കസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ട്രിക്സ് ഉണ്ടാവുക, ഇതേ ഡിസ്റ്റൻസ് ബാക്കിലേക്ക്. അപ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് x = a കോൺസ്റ്റൻറ്റ്. ഇത് ഫ്രണ്ടിലേക്ക് a ആയതുകൊണ്ട് ബാക്കിലേക്ക് a ആയിരിക്കും. അപ്പോൾ -a എന്ന് കൊടുത്തു കേട്ടോ. x = -a. പിന്നെ ആക്സിസ് x ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a ആയിരിക്കും. y² = 4ax ആണെങ്കിൽ 4a ആണ് ഫുൾ ടൈം ലെങ്ത് ഓഫ് ലാറ്റസ്. ഈ സെക്കൻഡ് പരാബോള എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പരാബോളയുടെ ജസ്റ്റ് നെഗറ്റീവ് സൈനാണ്. y² = -4ax ആണ്. അന്നേരം ഫോക്കസ് ഫോക്കസിൻ്റെ സ്ഥാനം നോക്കൂ നിങ്ങൾ, ഇവിടെ ആയിട്ട് മാറും. ഇത് നെഗറ്റീവ് x ആക്സിസ് അല്ലേ, അപ്പോൾ -a0. അന്നേരം ഡയറക്ട്രിക്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് x = a. ക്ലിയർ ആണല്ലോ. ആക്സിസ് എന്ന് പറഞ്ഞാൽ x ആക്സിസ് തന്നെയാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. മൂന്നാമത്തെ ഐറ്റം x². എക്സിനാണ് സ്ക്വയർ എങ്കിൽ അത് ഓപ്പൺ ടു അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. ഇപ്പോൾ x² = 4ay. ഇവിടെ ഫോക്കസ് ശ്രദ്ധിക്കേണ്ടത് ആക്സിസ് അലോങ് x ആക്സിസ് ആയതുകൊണ്ട് 0a ആയിരിക്കും. y ആക്സിലൊരു പോയിന്റ് അല്ലേ വരിക, അപ്പോൾ 0a ആയിരിക്കും ഇവിടെ ഫോക്കസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അത് y = a കോൺസ്റ്റൻ്റ് ആണ്. y = a ആയിരിക്കും. ഈ ലൈൻ്റെ ഇക്വേഷൻ y = a കോൺസ്റ്റൻറ്റ്. ഓക്കെ, നാലാമത്തെ ഐറ്റം പരാബോള x² = -4ay ആയിരിക്കും. അതിൻ്റെ ഫോക്കസ് നോക്കുക, ഇവിടെ ആയിരിക്കും ഫോക്കസ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 - a ആണ് ഇവിടുത്തെ പൊസിഷൻ. അന്നേരം ഡയറക്ട്രിക്സ് നോക്കൂ, y = a ആയിരിക്കും. ക്ലിയർ ആണല്ലോ. 4 കേസിലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a ആയിരിക്കും എന്ന് പ്രത്യേകം ഓർക്കുക. അത് ഫുൾ ടൈം പോസിറ്റീവ് ആയിരിക്കും. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. എൻ പോയിൻറ്റ്സ് ഓൺ ദി പരാബോള എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കേസിലും അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പരാബോളയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് എലിപ്സ് ആണ്. എന്താണ് എലിപ്സിൻ്റെ ഡെഫിനിഷൻ? എലിപ്സ് ഈസ് ദി set of all points which are sum of whose distances from two fixed points is a constant. അപ്പോൾ ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലുണ്ടാവണം. 2 ഫിക്സഡ് പോയിൻറ്റ്സിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ അതിന് പറയുന്നവരാണ് എലിപ്സ്. അപ്പോൾ ആ 2 ഫിക്സഡ് പോയിൻറ്റ്സിന് ഫോക്കസ് അല്ലെങ്കിൽ ഫോസൈ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. 2 പോയിന്റിൽ നിന്നുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം 2 ഫിക്സഡ് പോയിൻറ്റ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ്. 2 മോഡൽ എലിപ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് x² / a² + y² / b² = 1. ഇവിടെ മേജർ ആക്സിസ് വലിയ നമ്പറായിട്ട് നമ്മൾ a ആണ് സെലക്ട് ചെയ്യുക, ചെറിയ നമ്പറായിട്ട് b ആണ് എടുക്കുന്നത്. അപ്പോൾ വലിയ നമ്പർ x² ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ മേജർ ആക്സിസ് ഈസ് അലോങ്
എക്സ് ആക്സിസും ദ അതർ ഈസ് മേജർ ആക്സിസ് ഇസ് അലോങ് വൈ ആക്സിസ്. ഇവിടെ എ സ്ക്വയറിനെ വലിയ നമ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ് ആക്സിസിലായിരിക്കും ഫസ്റ്റിൽ ഫോക്കസ് ഉണ്ടാവുക. ഇവിടെ വൈയുടെ കൂടെയാണ് വലിയ നമ്പറെങ്കിൽ, പിന്നെ വൈയുടെ ഡിനോമിനേറ്ററിലാണ് വലിയ നമ്പറെങ്കിൽ ഫോക്കസ് എവിടെയായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. അപ്പോൾ വലുത് ചെറുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് എലിപ്സിൽ, മേജർ മൈനർ. ഓക്കെ, മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ ഡബിൾ ആയിരിക്കും, മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഡബിൾ ആയിരിക്കും. 2A and 2B ആയിരിക്കും മേജർ ആക്സിസും മൈനർ ആക്സിസും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു എലിപ്സുമായി ബന്ധപ്പെട്ട രണ്ട് ഓറിയൻറ്റേഷൻ, ഇത് ഹൊറിസോണ്ടൽ ഓറിയൻറ്റേഷനാണ്, ഇത് വെർട്ടിക്കലാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. ലാർജർ ഡിനോമിനേറ്റർ എവിടെയാണോ വരുന്നത്, എക്സിൻ്റെ കൂടെയാണെങ്കിൽ അതായിരിക്കും മേജർ ആക്സിസ് ഉണ്ടാവുക. ഇവിടെ വലിയ ഡിനോമിനേറ്റർ വരുന്നത് വൈ ആക്സിസ്, വൈയുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി എസെൻട്രിസിറ്റി ഓഫ് എലിപ്സ് കാണാതെ മനസ്സിലാക്കിക്കണം. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A, അത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഒരു എലിപ്സിന് എസെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2B²/A. അവസാനമായിട്ട് C²=S. ഈ 3 റിലേഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു എലിപ്സിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക്കായ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2 ടൈപ്പ് എലിപ്സ് ഉണ്ട്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A ലെസ് ദാൻ 1 ആയിരിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B²/A ആയിരിക്കും. C² = A² - B² എന്നുള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ റിലേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുകയായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. നിങ്ങൾ A² ഉം B² ഒക്കെ പഠിക്കാൻ പോയാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഇതിലാകെ മൂന്നാമത്തെ ഒരാൾ C² അല്ലേ, A² ഉം B² ഉം ക്വസ്റ്റനിൽ തന്നിരിക്കും. C² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² - B² എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എലിപ്സ് ആവുമ്പോൾ അത് ഇവിടെ മൈനസ് ആവുക, പ്ലസ്. ഇക്വേഷനിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ഹൈപ്പർബോളക്ക് നേരെ തിരിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഹൈപ്പർബോളയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഹൂസ് ഡിഫറൻസ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് ഇസ് എ കോൺസ്റ്റന്റ് ആണ്. സം ഓഫ് ഡിസ്റ്റൻസിന് പകരം ഡിഫറൻസ് ഓഫ് ഡിസ്റ്റൻസ് എന്നാക്കി മാറ്റിയിട്ടുണ്ടാവും. അഗെയിൻ ഹൈപ്പർബോള 2 ടൈപ്പ് ഉണ്ട്. x²/A² - y²/B² = 1, y²/A² - x²/B² = 1. ഇവിടെ മേജർ മൈനർ എന്നുള്ളൊരു കോൺസെപ്റ്റിന് പകരം ട്രാൻസ്വേഴ്സ് ആക്സിസ്, കോൺജുഗേറ്റ് ആക്സിസ് എന്നുള്ള 2 കോൺസെപ്റ്റുകളാണ് ഉള്ളത്. ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് ഇതിൻ്റെ മെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആക്സിസിലായിരിക്കും എപ്പോഴും ഫോക്കസ് ഉണ്ടാവുക. ഇനി ട്രാൻസ്വേഴ്സ് ആക്സിസ് തീരുമാനിക്കുന്നത് പോസിറ്റീവ് ടേം ആണ്. ഒരിക്കലും എയുടെയും ബിയുടെയും വാല്യൂസ് അല്ല, ഏതാണോ പോസിറ്റീവ് ടേം. ഇവിടെ എക്സിൻ്റെ ടേം ആണ് ഫസ്റ്റിൽ പോസിറ്റീവ് ടേം. അതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് എല്ലാം പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നാണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ടേം വൈ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ പോസിറ്റീവ് ടേമിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇതിൽ ചെയ്യേണ്ടത് ഫോക്കസ്. ഓക്കെ, ഫോസൈ ഓൾവേസ് ലൈസ് ഓൺ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇനി ട്രാൻസ്വേഴ്സ് ആക്സിസ് തീരുമാനിക്കുന്നത് പോസിറ്റീവ് ടേംസ് ഓഫ് ഡിനോമിനേറ്റർ ഗീവ്സ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇവിടെ നോക്കി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ x²/25 - y²/9 = 1. ഇവിടെ എക്സിൻ്റെ ടേമാണ് പോസിറ്റീവ്, അതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. ക്ലിയർ? രണ്ടാമത്തെ കേസ് നോക്കൂ. ഇവിടെ y²/49 - x²/64 = 1. ഇവിടെ വലിയ നമ്പർ 64 ആണ്, പക്ഷേ വലുത് ചെറുതെന്നുള്ള കോൺസെപ്റ്റ് നോക്കാനേ പാടില്ല. ഇവിടെ y² ടേമാണ് പോസിറ്റീവ്, അതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ് എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A തന്നെയാണ്, പക്ഷേ >1 ആയിരിക്കും. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എസെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള >1 വരുന്ന നമ്പർ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നേരത്തെ സംസാരിച്ചതുപോലെ 2B²/A ആൻഡ് ലാസ്റ്റ് C² = A² + B². കണ്ടോ നിങ്ങൾ ഈ റിലേഷൻ നേരത്തെ പഠിച്ച അതേ റിലേഷൻ തന്നെ, പക്ഷേ ഇവിടെ ഹൈപ്പർബോള വരുമ്പം ഇവിടെ പ്ലസ് എന്ന് കൊടുക്കണം. ഈ റിലേഷനിൽ ഇക്വേഷനിൽ മൈനസ് ആണെങ്കിൽ റിലേഷനിൽ പ്ലസ് ആയിരിക്കും. നേരത്തെ എലിപ്സിൽ ഇവിടെ ഇക്വേഷനിൽ പ്ലസ് ആയിരുന്നു, അന്നേരം ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, മൈനസ് ആയിരിക്കും വരിക എന്ന് ഓർക്കുക. നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Consider the circle x² + y² - 4x + 6y - 12 = 0. Find the center and radius. Find the equation of another circle which is concentric with this given circle and double the radius. Question എല്ലാവരും ഒന്ന് വായിക്കുക, നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസുമാണ് ചോദ്യം. നമ്മൾ ഗിവൺ സർക്കിളിനെ ആദ്യം എഴുതുന്നു, പിന്നീട് എക്സ് ടേംസ് എല്ലാം x² എക്സ് വരുന്ന ടേംസ് എല്ലാം അടുത്തടുത്ത് എഴുതുന്നു, y² വരുന്ന ടേംസ് എല്ലാം അടുത്തടുത്ത് എഴുതുന്നു, കോൺസ്റ്റൻറ്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാ x² - 4x അടുത്തടുത്ത് എഴുതി, y² + 6y അടുത്തടുത്ത് എഴുതി, 12നെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് മാറ്റി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ആദ്യത്തെ 2 ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്.
രണ്ടാമത്തെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളാക്കി മാറ്റാൻ പോവുകയാണ്. അന്നേരം ഇവിടെ ഒരു ചെറിയ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ട നമ്പർ ഈ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് കണ്ടില്ലേ നിങ്ങൾ? എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് ഇവിടെ 4 ആണ്. മൈനസ് പരിഗണിക്കേണ്ട, 4 ആണ്. ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് സ്ക്വയർ എടുക്കാം. എന്താ 4ൻ്റെ ഹാഫ് 2 അല്ലേ? അതിൻ്റെ സ്ക്വയർ 4 വരും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 4 ആഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ നമ്മൾ 6ൻ്റെ ഹാഫ് എടുക്കുന്നു, 3 ആണ്. അതിൻ്റെ സ്ക്വയറും ആഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് 4x എഴുതി. ഈ റെഡ് കളറിൽ കാണുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കൂട്ടിച്ചേർത്ത നമ്പേഴ്സാണ്. അതെങ്ങനെ കൂട്ടിച്ചേർക്കൽ? ഈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ ഹാഫ് എടുത്തിട്ട് സ്ക്വയർ എടുക്കാം. ഹാഫ് എടുത്തിട്ട് സ്ക്വയർ എടുക്കാം. ഇവിടെ 6ൻ്റെ ഹാഫ് 3 ആണ്, 3ൻ്റെ സ്ക്വയർ. അപ്പോൾ ലെഫ്റ്റിൽ ഒരു 13 എക്സ്ട്രാ വന്നിട്ടുണ്ട്. 9 4 13. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലും നമ്മൾ 13 ആഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3 ടേംസ്, ദീസ് 3 ടേംസ്, ഇത് ആക്ച്വലി എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. വാട്ട് അബൌട്ട് ദീസ് 3 ടേംസ്? അത് y പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അങ്ങനെ സ്ക്വയർ പ്ലസ് സ്ക്വയർ എന്നുള്ള ഫോമിൽ ഇത് സംഭവിച്ചു അല്ലേ? ഇത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സർക്കിളാണ്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും, കെ എന്ന് പറഞ്ഞാൽ -3 ആയിരിക്കും. ഓക്കെ, സെൻറ്റർ ഈസ് 2 -3 ആയിരിക്കും. റേഡിയസ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. റേഡിയസ് ഇസ് ഇക്വൽ ടു 5. ഇപ്പോൾ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്തു. അത്രയുമാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് അനദർ സർക്കിൾ വിച്ച് ഈസ് കോൺസെൻട്രിക് വിത്ത് ദി സർക്കിൾ സി ആൻഡ് ഡബിൾ ദി റേഡിയസ് എന്നാണ്. ഇതേ സെൻറ്റർ ആണ്, സെൻറ്റർ സെയിം ആണ്. റേഡിയസ് 5ന് പകരം 10 ആക്കി കൊടുത്തു, ഡബിൾ ദി റേഡിയസ്. അപ്പോൾ ഇക്വേഷൻ എന്താ വ്യത്യാസം ഉണ്ടാവുക? സെൻറ്റർ മാറാത്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡ് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ഈ റേഡിയസ് സ്ക്വയർ എന്നുള്ളത് മാത്രം ചേഞ്ച് ആവും. അല്ലെ? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇവിടെ 5ൻ്റെ സ്ക്വയർ ആണ് വന്നിരുന്നെങ്കിൽ ഇവിടെ 10ൻ്റെ സ്ക്വയർ വരും. അത് ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇത് എക്സ്പാൻഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആൻസർ ദിസ് ഈസ് ഇനഫ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള വിത്ത് ഫോക്കസ് 6 0 ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഇക്വൽ ടു -6. രണ്ട് ചോദ്യങ്ങളുണ്ട് അല്ലേ? നോക്കാം നമുക്ക്. ഇവിടെ ഫോക്കസ് 6 0 എന്ന് തന്നിട്ടുണ്ട്. ഫോക്കസ് നമുക്ക് കിട്ടുന്ന ലെറ്റർ എ ആണ്. ഇപ്പോൾ എ ഈക്വൽ ടു 6. ഇനി പരാബോള നമുക്ക് ഫോക്കസ് 6 0 എന്നതുകൊണ്ട് എക്സ് ആക്സിലാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ax ആണ് ആൻസർ. ഫസ്റ്റ് മോഡൽ പരാബോളയാണ്. വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ax. വാട്ട് ഈസ് എ? എ ഈക്വൽ ടു 6. ഇവിടെ എ ഇസ് ഇക്വൽ ടു 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 24x എന്ന് കിട്ടും അല്ലേ? വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 24x. അതോടുകൂടി പരാബോളയുടെ ആൻസർ കഴിഞ്ഞു. ഫോക്കസ് -6 ആണെങ്കിലോ അപ്പോൾ നമ്മൾ -4ax എന്ന് എഴുതും, -24x എന്ന് കിട്ടും. ക്ലിയർ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദിസ് പരാബോള ഈസ് വാട്ട്? അതൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ax ആണിത് അല്ലേ? വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ax വരുമ്പോൾ 4aക്ക് പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഇവിടെ അത് -8 ആണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എഴുതുമ്പോൾ നിങ്ങൾ +8 തന്നെ ആൻസർ എഴുതണം. ഓക്കെ, +8 ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അത് -4x 8x ആണെങ്കിലും +8x ആണെങ്കിലും ഒക്കെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ലെങ്ത് ആയതുകൊണ്ട് 8 എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ് ദി ഫോക്കസ്, ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദി പരാബോള. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്നാണ് കേട്ടോ. ഈ ഒരു പരാബോള നോക്കൂ നിങ്ങൾ. ഈ സംഭവം, ഈ ടേമിനെ നമ്മൾ റൈറ്റിലേക്ക് മാറ്റുന്നു. എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 12y. നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയാൽ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ay എന്ന് എഴുതാം അല്ലേ? 4ay എന്നിങ്ങനെയല്ലേ എഴുതാൻ നോക്കൂ. 4ay കറക്റ്റ് അല്ലേ? അന്നേരം എ എന്താ വന്നത്? എ ഈക്വൽ ടു 3 വന്നു. എ ഇസ് ഇക്വൽ ടു 3 വന്നു. മാത്രമല്ല എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ay എന്നുള്ള പരാബോള ഇങ്ങനെയാണ്, ഓപ്പൺ ടുവേർഡ്സ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഫോക്കസ് ഇവിടെയാണ് വരികയെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ വരുന്ന നമ്പറിന് എങ്ങനെ കൊടുക്കണം? 0 സംതിങ്ങിന് കൊടുക്കണം. അവിടെ A3 ആണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഫോക്കസ് വരിക? 0 3 എന്ന് എഴുതണം. കണ്ടോ? 0 3. ക്ലിയർ ആണല്ലോ? എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് ആണെങ്കിലോ, മൈനസ് ആണെങ്കിൽ നേരെ തിരിഞ്ഞ് വരും. അപ്പോൾ 0 മൈനസ് എന്ന് വരും, 0 -3 എന്ന് വരും. ഓക്കെ. ഇനി ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് ഡയറക്ട്രിക്സ്. നേരെ ഓപ്പോസിറ്റിലെ ഡയറക്ട്രിക്സ് ഉണ്ടാവുക. ഇത് y ഇസ് ഇക്വൽ ടു 3, ഇത് 3 അല്ലേ? അപ്പോൾ ഇത് y ഇസ് ഇക്വൽ ടു -3 ആയിരിക്കും. y ഇസ് ഇക്വൽ ടു -3 ആണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇത് 3 ആണെങ്കിൽ ഇതും 3 അല്ലേ? പക്ഷേ -3 ആയിരിക്കും ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ക്ലിയർ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 4a ആണ് നമ്മൾ പറഞ്ഞു. 4a എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് 4a ഈക്വൽ ടു 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോക്കസ്, ഫോസൈ, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ്. ഒരു എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് a സ്ക്വയറും b സ്ക്വയറും എഴുതി വെക്കുക എന്നുള്ളതാണ്.
എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ് എപ്പോഴും എഴുതേണ്ടത്, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ. ഓക്കെ, മേജർ ആക്സിസ് ഒക്കെ വരുന്നത് വലിയ നമ്പറിൽ നിന്നാണ്. എ 5 ആണ്, ബി 3 ആണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എ = 5, ബി = 3. അത് ഞാൻ എഴുതുന്നില്ല. ഇനി ഒരു എലിപ്സിൻ്റെ ഏറ്റവും ഫേമസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്. സി സ്ക്വയർ = എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ പ്ലസ് ആണെങ്കിൽ റിലേഷനിൽ മൈനസ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സി സ്ക്വയർ കണ്ടെത്താലോ? ഇതാ 25 - 9 വളരെ സിമ്പിളാണ് അല്ലേ? 25 - 9 ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാവർക്കും കിട്ടും 16. സി = +or-4. ക്ലിയർ ആണല്ലോ? ഇനി ഫോക്കസോ എവിടെയൊക്കെ നോക്കണ്ടേ? ഫോക്കസ് മേജർ ആക്സിസ് എക്സ് ആക്സിലാണ്. കണ്ടോ, വലിയ നമ്പർ എക്സിൻ്റെ താഴെയല്ലേ വരുന്നത്. അപ്പോൾ എക്സ് ആക്സിലെ ഫോക്കസ് എഴുതണം. എങ്ങനെ എക്സ് ആക്സിലെ നമ്പർ എഴുതുക? ആദ്യം സി എഴുതണം അല്ലേ? സി 0 ആണ്, +or-c0. അപ്പോൾ +or-4 0. വെർട്ടെക്സോ? വെർട്ടെക്സ് എയുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്, +or-a0. അപ്പോൾ +or-a5 അല്ലേ? നോക്കൂ നിങ്ങൾ, 5 0. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ് 2a ആണ്. 2a = 10. 2b, b3 അല്ലേ? 2b = 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങൾക്ക് സ്വയം ചെയ്യാം. 2 × 9/5 ആയിരിക്കും. 2 × 9/5. നമ്പേഴ്സ് ഒന്നും മാറിപ്പോകരുത്. b² എന്ന് പറഞ്ഞാൽ 9 ആണ്, a എന്നാണ്. ഇവിടെ a² അല്ല, a ആണ് കേട്ടോ. a = 5. ഇത് എല്ലാവരും സാധാരണ പരീക്ഷയ്ക്ക് a² എന്ന് എഴുതാൻ ചെറിയൊരു സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കണം. ഇത് 2b²/a ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, 18/5 എന്നൊക്കെ എഴുതാം കേട്ടോ. ലാസ്റ്റ് എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c/a 4/5 ആയിരിക്കും. എസെൻട്രിസിറ്റി എപ്പോഴും <<1 ആയിരിക്കും. ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് ദി ഫോക്കസ്, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ്. ഒരു എലിപ്സിൻ്റെ രണ്ടാമത്തെ മറ്റൊരു ഫോമിൽ തന്നതാണ്. സെയിം എലിപ്സ് ആണ്, മറ്റൊരു ഫോമിലേക്ക് തന്നതാണ്. സെൻറ്ററിൽ പ്ലസ് വന്നാൽ അത് എലിപ്സ് ആയിരിക്കും കേട്ടോ. നമ്മൾ ജനറൽ ഫോമിലേക്ക് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് എലിപ്സ്. മൊത്തത്തിൽ നമ്മൾ 225 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് സെക്കൻഡ് ലെഫ്റ്റും റൈറ്റും ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 9ഉം 225ഉം ക്യാൻസൽ ചെയ്താൽ y² + 25 + x² / 9 കിട്ടും. അല്ല, ഇത് ക്യാൻസൽ ചെയ്താണ്. 9 25 225, ഇവിടെ 9 25 200. ക്ലിയർ? ഇവിടെ a² എന്താണ്? വലിയ നമ്പർ ഏതാ നോക്കൂ നിങ്ങൾ? 25 അല്ലേ? a² = 25, b² = 9. വാട്ട് ഈസ് c²? c² = a² - b². സെയിം ആൻസർ വരും അല്ലേ? 16 +or-4 കിട്ടും, c. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ a² വലിയ നമ്പർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? വൈയുടെ കൂടെയാണ് അല്ലേ? വൈയുടെ ഡിനോമിനേറ്ററിലല്ലേ വന്നത്. അതുകൊണ്ട് ഫോക്കസ് എവിടെയാണ് കിടക്കുന്നത്? ഫോസൈ ലൈസ് ഓൺ y ആക്സിസ് ആണ്. y ആക്സിസിലെ ഫോക്കസ് എങ്ങനെ എഴുതും? y ആക്സിസിൽ ആദ്യം 0 അല്ലേ തുടങ്ങാൻ സ്റ്റാർട്ടിങ്. ഇപ്പോൾ 0 +or-c എന്ന് എഴുതണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് മാറിപ്പോകരുത്. ഇത് മാറിപ്പോയാൽ നിങ്ങൾക്ക് മാർക്കുകൾ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് എങ്ങനെയായിരിക്കും? 0 +or-a, 0 ± ഇവിടെ 5 ആയിരിക്കും. അഗെയിൻ മേജർ ആക്സിസ് 2a ആയിരിക്കും. 2a എന്ന് പറഞ്ഞാൽ 2 5. മൈനർ ആക്സിസ് 2b 2 3. ലെങ്ത് ഓഫ് എസെൻട്രിസിറ്റി c/a. c എന്ന് പറഞ്ഞാൽ 5, 4/5. എസെൻട്രിസിറ്റി എഴുതുമ്പോൾ +or- ഒരിക്കലും എഴുതരുത് കേട്ടോ. എസെൻട്രിസിറ്റിയിൽ നമ്മൾ c/a എഴുതുമ്പോൾ c എപ്പോഴും പോസിറ്റീവ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇത് റേഷ്യോ ആണ് കേട്ടോ. റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് ആണ് എസെൻട്രിസിറ്റി. c പോസിറ്റീവ് നമ്പർ മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും +or- 4/5 എന്ന് എഴുതരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. c/a എന്ന് പറഞ്ഞാൽ 4/5 എന്ന് മാത്രമേ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. b² 9 ആണ്, മറ്റേ 9/5. ശരിയാണല്ലോ? എല്ലാം ശ്രദ്ധിക്കുക. ഇവിടെ ആക്സിസ് മാറുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. y ആക്സിസിലാണ് വലിയ നമ്പർ, y ആക്സിസിൻ്റെ ഡിനോമിനേറ്ററിലാണ്, വൈയുടെ ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫോക്കസ് y ആക്സിസിലായിരിക്കും. y ആക്സിസിലെ ഫോക്കസ് എഴുതുമ്പം ആദ്യം x കോർഡിനേറ്റ് 0 എഴുതണം. ക്ലിയർ? നെക്സ്റ്റ് ഹൈപ്പർബോളയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ഹൈപ്പർബോളയെ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. എങ്ങനെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം? 144 റൈറ്റ് സൈഡിൽ 1 എന്ന് വരണം. അതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. 144ൻ്റെ സ്ഥാനത്ത് 1 എന്ന് വരണമെങ്കിൽ നമ്മൾ 144 കൊണ്ട് മൊത്തം അങ്ങ് ഡിവൈഡ് ചെയ്യും. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? x² / 16 - y² / 9 = 1. ഇവിടെ നമ്മൾ പോസിറ്റീവ് ടേമുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് ടേം x ആണ്. അതുകൊണ്ട് ഫോക്കസ് എപ്പോഴും x ആക്സിസിലായിരിക്കും. a² എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ് a². a² 16, b² 9. ഇവിടെ ഫസ്റ്റ് നമ്പർ തന്നെ നിങ്ങൾ എപ്പോഴും a² എടുക്കുക കേട്ടോ. a² സെക്കൻഡ് നമ്പറിന് b² ആക്കിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഓർഡറിലാണ് എടുക്കുന്നത്. വലുത് ചെറുത് എന്നുള്ള ഓർഡർ ഹൈപ്പർബോളയിൽ നോക്കേണ്ടതില്ല. ഫസ്റ്റ് നിങ്ങൾ കാണുന്ന പോസിറ്റീവ് ടേം നിന്ന് നിങ്ങൾ a² എടുക്കുന്നു, നെഗറ്റീവ് ടേം എന്നാണ് നമ്മൾ b² എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ c² എന്തായിരിക്കും? c² = a² + b². ഞാൻ നേരത്തെ പറഞ്ഞു ഹൈപ്പർബോളക്ക് ഇക്വേഷനിൽ സെൻട്രലിൽ മൈനസ് ആണ്, റിലേഷനിൽ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. c² = a² + b². അപ്പോൾ ഈ റിലേഷനും
ഇക്വേഷൻ തമ്മിലുള്ള ആ കണക്ഷൻ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ 16 + 9 ആയിരിക്കും 25 ആയിരിക്കും. അപ്പോൾ സി എന്തായിരിക്കും +or-5. ഇനി ഫോക്കസ് എവിടെ എഴുതണം? ഫോക്കസ് എന്ന് പറഞ്ഞാൽ +or-c0 ആണ്. എവിടെ എഴുതേണ്ടത്? നമ്മൾ എക്സ് ആക്സിലാണ്. അപ്പോൾ +or-c0 തന്നെയാണ് 50. ഇനി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വെർട്ടിസസ് +or-a0 നേരത്തെ എഴുതിയതുപോലെ തന്നെ. എ എന്ന് പറഞ്ഞാൽ അവിടെ 4 ആണ് അല്ലേ, 40. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a 8 ആയിരിക്കും. കോൺജുഗേറ്റ് ആക്സിസ് 2b 6 ആയിരിക്കും. എസെൻട്രിസിറ്റി c/a അതും നമ്മൾ 5/4 എന്ന് എഴുതാൻ പാടുള്ളൂ, +or- എഴുതരുത്. ഈ എസെൻട്രിസിറ്റി എപ്പോഴും >1 ആയിരിക്കും. ഹൈപ്പർബോളക്ക് എസെൻട്രിസിറ്റി വിൽ ബി ഓൾവേസ് >1. ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ എഴുതുകയാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് 2b²/a 2 × 9/4. ചോദ്യത്തിന് മാത്രം പരീക്ഷയ്ക്ക് ആൻസർ എഴുതിയാൽ മതി. ഇവിടെ റിവിഷൻ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും എഴുതിയെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ഫൈൻഡ് ദി ഫോക്കസ് വെർട്ടിസസ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് കോൺജുഗേറ്റ് ആക്സിസ് എസെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഫോമിലാവുമ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് ടേം ഒന്ന് a² എഴുതുന്നു, 25, b² 9, c² a² + b². അപ്പോൾ 25 + 9 = 34 എന്ന ആൻസർ കിട്ടും. c +or-√34. ക്ലിയർ. ഇനി നോക്കേണ്ടത് y ആക്സിസിൻ്റെ വൈയുടെ ഡിനോമിനേറ്ററിലാണ് y ആണ് പോസിറ്റീവ് ടേം അല്ലെ, y ടേം ആണ്. അതുകൊണ്ട് y ആക്സിസിലാണ് എന്ത് വരേണ്ടത്? ഫോക്കസുകൾ വരേണ്ടത്. അപ്പോൾ ഫോസൈ നമ്മൾ എങ്ങനെ എഴുതും? y ആക്സിസിലെ പോസിറ്റീവ് ടേം ആണ് തീരുമാനിക്കുന്നത്. ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് ഫോക്കസ് ഉണ്ടാവുക. 0 +or-34 എന്ന് എഴുതണം കേട്ടോ. y ആക്സിസിലെ പോയിൻ്റാണ് ഇങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ വെർട്ടിസസ് എങ്ങനെ വരും? 0 +or-a. എത്രയായിരുന്നു ഇവിടെ? 5 ആണ് അല്ലേ, ശരിയാണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് 2a = 10, a = 5 അല്ലേ, 2b = 6. എസെൻട്രിസിറ്റി c/a നമ്മൾ √34/5. ക്ലിയർ. c/a √34/5 +or- എഴുതരുത്, എസെൻട്രിസിറ്റി എഴുതുന്നു. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a. ക്ലിയർ ആണല്ലോ. ഇതിന് 18/5 എന്നൊക്കെ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഹൂസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് 20 ആൻഡ് ഫോക്കസ് ഈസ് 0 +or-. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2a ആണ്. 2a = 20, a = 10. അപ്പോൾ a കിട്ടിയിട്ടുണ്ട്. നമുക്ക് b കിട്ടണം അല്ലേ. ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതാൻ എയും ബി ആണ് ആവശ്യമുള്ളത്, a² b² ആണ്. അപ്പോൾ ഈ ഫോക്കസിന് കിട്ടുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ c ആണ്. ഇവിടെ c = 5 എന്ന് തന്നിട്ടുണ്ട്. c = 5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഫോക്കസിന് 0 +or-5 ആയതുകൊണ്ട് c = 5. ഇനി എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാണ് എലിപ്സിൽ? യെസ്, c² = a² - b². ഇവിടെ സിക്ക് 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 25 = 100 - b² അല്ലേ. ബി നമുക്ക് അറിയില്ല, സിയുടെ വാല്യൂ കൊടുത്തു, എയുടെ വാല്യൂവും കൊടുത്തു, b² അതുപോലെ അങ്ങ് എഴുതി. ദെൻ വാട്ട് ഈസ് b²? b² ഇങ്ങോട്ട് മാറ്റുന്നു, 25 ഇങ്ങോട്ട് മാറ്റുന്നു. b² = 100 - 25 = 75. ഓക്കെ, b² നമുക്ക് ആവശ്യമുള്ളൂ, ബി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് എലിപ്സിൻ്റെ ഇക്വേഷൻ? നോക്കൂ നിങ്ങൾ, ഫോക്കസ് എവിടെയാണ്? ഫോക്കസ് y ആക്സിസിലാണ്. കണ്ടോ, 0-ലല്ലേ തുടങ്ങുന്നത്. ഫോക്കസ് y ആക്സിസിലായതുകൊണ്ട് എങ്ങനെയായിരിക്കും എലിപ്സിൻ്റെ ഇക്വേഷൻ വരിക? x²/b² എന്ന് വരിക. കണ്ടോ, y²/a² = 1. വൈയുടെ താഴെയാണ് വലിയ നമ്പർ വരേണ്ടത്, കാരണം y ആക്സിസിലാണ് ഫോക്കസ്. Therefore, what is our answer? x²/75 + y²/100 = 1. ഇതാ b² റെഡിയാണ്, a² റെഡിയാണ്. a 10 ആണ്, a² 100 ആയി. വൈയുടെ താഴെയാണ് വലിയ നമ്പർ, കാരണം ഫോക്കസ് നിൽക്കുന്നത് y ആക്സിസിലാണ്. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 9. 2 ചോദ്യം കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 ഈ ഫിഗറിൽ ഉപയോഗിച്ച് ആൻസർ ചെയ്യണം. ഈ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട്, ഒരു എലിപ്സ് ഉണ്ട്, ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. ഒരു കാര്യം തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ദി സർക്കിൾ 2 എന്ന് തന്നിട്ടുണ്ട്. ഫോക്കസ് ഓഫ് ദി എലിപ്സ് 12 ആണ് തന്നിട്ടുണ്ട്, √12 ആണ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ 3 ഇക്വേഷൻസും കണ്ടെത്തണം. നമുക്കറിയാം റേഡിയസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കിളിൻ്റെ റേഡിയസ് 2 എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെ മൈനർ ആക്സിസ് കൂടെയാണ്, b ആണ് 2 അല്ലേ. റേഡിയസ് ആകുമ്പോൾ r = 2 എന്ന് കൊടുക്കാം നമുക്ക് അല്ലേ, r = 2. സെൻറ്റർ എന്താണെന്ന് നോക്കൂ, സെൻറ്റർ ഒറിജിൻ ആണ്, റേഡിയസ് 2 ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ റെഡി ആണല്ലോ. എന്താണ് സർക്കിളിൻ്റെ ഇക്വേഷൻ? x² + y² = r² അല്ലേ. x² + y² = 2². അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി എലിപ്സിലേക്ക് വരികയാണ്. എലിപ്സിലേക്ക് വരുമ്പോൾ എ നമുക്കറിയില്ല. എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ്, അത് നമുക്കറിയില്ല. പക്ഷേ ബി അറിയാം. ബി എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണല്ലോ, b = 2 എന്ന് അറിയാം. സി തന്നിട്ടുണ്ട്, ഫോക്കസിലേക്കുള്ള ദൂരം √12 ആണ്. സി അല്ലേ 12. ഒരു ഫോക്കസ് √12 0 എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് √12 ആണ്.
ഇനി ബിയും സിയും കിട്ടിയാൽ നമുക്ക് എ കിട്ടുമല്ലോ. ആ റിലേഷൻ എഴുതുന്നു. സി സ്ക്വയർ ഇസിക്കൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സമം എ സ്ക്വയർ മൈനസ് 4. ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ 4 അല്ലേ. ബിയുടെ വാല്യൂ കൊടുത്തതാണ്. ഇതൊക്കെ വളരെ ഈസിയാണ്. therefore what is a square? A square is equal to 16. A is equal to plus or minus. A square is equal to 16 മതി നമുക്ക് ആൻസർ എഴുതാൻ. എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ എ സ്ക്വയറും ബി സ്ക്വയറും ആണ് ആവശ്യം അല്ലേ. എ സ്ക്വയർ 16 എന്ന് കിട്ടി, ബി സ്ക്വയർ 4 എന്ന് കിട്ടി, ബി 2 അല്ലേ. അപ്പോൾ ബി സ്ക്വയർ 4. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് എലിപ്സ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു 1. ഇത് ഫസ്റ്റ് മോഡൽ തന്നെയാണ്. അപ്പോൾ എ സ്ക്വയർ 16 എന്ന് കൊടുത്തു, ബി സ്ക്വയറിന് 4 എന്ന് കൊടുത്തു, ആൻസർ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇക്വേഷൻ ഓഫ് ലൈൻ അല്ല. ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാൻ ഒരു പ്രയാസമൊന്നുമില്ല. ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഇക്വൽ ടു 1 നമ്മൾ പണ്ട് പഠിച്ചു. സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഇക്വൽ ടു 1. ഹിയർ വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടിയല്ലോ. സെമി മേജർ ആക്സിസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ എലിപ്സിൻ്റെ, അത് എ ഇസ് ഇക്വൽ ടു 4 ആണ്. വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എന്താ ആൻസർ? എക്സ് ബൈ 4 പ്ലസ് വൈ ബൈ 2 ഇസ് ഇക്വൽ ടു 1. ഇത് സ്ട്രേറ്റ് ലൈൻ ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എക്സ് പ്ലസ് 2y മൈനസ് 4 ഇസ് ഇക്വൽ 0. ഇങ്ങനെ എഴുതൽ നിർബന്ധമൊന്നുമില്ല. ഇത് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ സ്കോർ ലഭിക്കും. എക്സ് ബൈ 4 പ്ലസ് വൈ ബൈ 2 ഇസ് ഇക്വൽ ടു 1. അതുകൂടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. If P is a point on the ellipse 9x square plus 16y square is equal to 144, then PS plus PS dash is equal to dash, where S and S dash are foci of the ellipse. Find the maximum area of the triangle PSS dash. എന്നാണ് ഇത്. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ വരച്ച് നോക്കണം ഫിഗർ. ഇത് ഏതാണ് എലിപ്സ്? ഈ എലിപ്സ് നോക്കൂ, ഇങ്ങനെയെന്ന് വിചാരിച്ചോളൂ. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഇക്വൽ ടു 1 ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നേരത്തെ എഴുതിയ ഒരു എലിപ്സാണ്. ഈ എലിപ്സിൻ്റെ ഫോക്കസുകളാണ് എസും എസ് ഡാഷും, രണ്ട് ഫോക്കസുകൾ, ഫോസൈ. പി ഈസ് എ പോയിന്റ് ഓൺ ദി എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പി ഈസ് എ പോയിന്റ് ഓൺ ദി എലിപ്സ്. അങ്ങനെയാണെങ്കിൽ പി എസ് പ്ലസ് പി എസ് ഡാഷ്, അവിടെയാണ് ഡെഫിനിഷൻ ഓഫ് എലിപ്സ് വരുന്നത് അല്ലേ. സം ഓഫ് ഓൾ ഡിസ്റ്റൻസ് ഓഫ് ഓൾ പോയിന്റ്സ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ല. എലിപ്സിൻ്റെ ഡെഫിനിഷനാണ് പി എസ് പ്ലസ് പി എസ് ഡാഷ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പി എസ് പ്ലസ് പി എസ് ഡാഷ് ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് എലിപ്സിൻ്റെ ഡെഫിനിഷൻ. ആ കോൺസ്റ്റന്റിൻ്റെ പ്രത്യേകത അത് മേജർ ആക്സിസിന് തുല്യമായിരിക്കും എന്നുള്ളതാണ്. എന്താണ്? മേജർ ആക്സിസിന് തുല്യമായിരിക്കും. പി എസ് പ്ലസ് പി എസ് ഡാഷ് എപ്പോഴും പി എവിടെ സെലക്ട് ചെയ്താലും അത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും. എന്താ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്? 2a അല്ലേ. നിങ്ങൾക്കറിയാം ഇതിന് എ കിട്ടുമല്ലോ. എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16, therefore a equal to 4 അല്ലേ. എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16, a equal to 4, therefore what is മേജർ ആക്സിസ്? 2a. 2a is equal to what? 8 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒരു എലിപ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് എനി പോയിന്റ് ഓൺ ദി എലിപ്സ് പി എസ് പ്ലസ് പി എസ് ഡാഷ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് 8 ഇൻ ദിസ് കേസ്. അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പി എസ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, മാക്സിമം ഏരിയ വരുന്ന ട്രയാങ്കിളാണ് ചോദിച്ചത്. അങ്ങനെ മാക്സിമം ഏരിയ വരണമെങ്കിൽ പിയുടെ പൊസിഷൻ എവിടെയായിരിക്കണം? പിയുടെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ മാക്സിമം വരുമോ? ഇവിടെ വന്നാൽ മാക്സിമം വരുമോ? ഇവിടെ വരുമ്പോൾ മാക്സിമം വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എവിടെ പി വന്നാലാണ് മാക്സിമം ഏരിയ കിട്ടുക ട്രയാങ്കിളിന്? അത് ഇങ്ങനെ വരണം. നോക്കൂ, പിയുടെ പൊസിഷൻ ഇവിടെയാണെങ്കിലും മാക്സിമം ഏരിയ വരും. ഓക്കെ, ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ആ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് കാണണമെങ്കിൽ നമുക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടണം, ഈ എസ് എസ് ഡാഷ് കിട്ടണം അല്ലേ. എസ് എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ബേസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണല്ലോ, ഫോക്കസിലേക്കുള്ള ദൂരം കിട്ടണം. ഫോക്കസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സി ആണല്ലോ. അപ്പോൾ എങ്ങനെ സി കിട്ടും? ഇതിൽ നിന്ന് എ അറിയാം, നമുക്ക് ബി അറിയാം. എ സ്ക്വയറും ബി സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ സി കാണണം. എങ്ങനെ സി കിട്ടും? സി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ എലിപ്സിന്. അപ്പോൾ എന്താ സി സ്ക്വയർ മൈനസ് ബി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 7 അല്ലേ. 16 മൈനസ് 9, 16 മൈനസ് 9 ആണ് 7. അപ്പോൾ സി ഈക്വൽ ടു √7 എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോക്കസിലേക്കുള്ള ദൂരം √7 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ബേസ് എന്താ വരിക? ബേസ് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. ഒരു ഭാഗത്തേക്ക് √7, ഇതും √7, 2√7 എന്നായിരിക്കും. ഹൈറ്റ് എന്തായിരിക്കും വരിക? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മൈനർ ആക്സിസിൻ്റെ ഹാഫ് അല്ലേ, ഹാഫ് ഓഫ് മൈനർ ആക്സിസ് അല്ലെങ്കിൽ ബി ആണ് ഹൈറ്റ് അല്ലേ. ബി എന്താ ഇവിടെ 3 അല്ലേ. അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ സിക്കൽ ഹാഫ് ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ എസ് എസ് ഡാഷ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഫോക്കസിലേക്കുള്ള ഈ സെൻറ്ററിൽ നിന്നുള്ള ദൂരത്തിൻ്റെ ഡബിൾ ആണ്, √7ൻ്റെ ഡബിൾ ആണ്. അപ്പോൾ 2√7 എന്ന് എഴുതാം. ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബി ആണല്ലോ അല്ലേ. ബി ഇവിടെ നമുക്കറിയാമല്ലോ 3.
ദെയർഫോർ ഏരിയ ഈസ് ഈക്വൽ ഹാഫ് BH. ഓക്കെ, ഹാഫ് ഇൻറ്റു SS' ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ B എന്ന് പറഞ്ഞ നമ്പറാണ്, അതായത് സെമി മൈനർ ആക്സിസ് ആണ്, സെമി മൈനർ ആക്സിസ് അതാണല്ലോ B. അവിടെ ഉണ്ട് നമുക്ക് 3 എന്നറിയാം. സോ ദ ആൻസർ ഈസ് 3√7 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചോദ്യത്തിൻ്റെയും ഏകദേശം ഓരോ മോഡൽ ചോദ്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എല്ലാം നോക്കി കളക്ട് ചെയ്ത് പഠിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.